ഇന്ത്യ പാക് വെടിനിർത്തൽ പ്രഖ്യാപനം നിലവിൽ വന്നതിന് ശേഷം അതിർത്തിയിലെ സാഹചര്യം നിരീക്ഷിക്കുകയാണ് ഇന്ത്യ. അതിർത്തിയിൽ രാത്രി വീണ്ടും ഡ്രോണുകൾ എത്തിയതിൽ പാകിസ്ഥാനെ പ്രതിഷേധം അറിയിക്കും. അതിനിടെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് 3 ഭീകരർക്കായി സൈന്യം ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചതിന് പിന്നാലെയാണ് ജമ്മുവിലെയും പഞ്ചാബിലെയും സ്ഥലങ്ങളിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയത്. 12 ഡ്രോൺ വരെ എത്തിയതിനെ തുടർന്ന് അതിർത്തികളിൽ ബ്ലാക്കൌട്ട് പ്രഖ്യാപിച്ചു. പ്രകോപനമുണ്ടായെങ്കിലും പിന്നീട് ഡ്രോണുകൾ തിരികെ പോയതായി സേന തന്നെ സ്ഥിരീകരിച്ചു. വെടിനിർത്തൽ ലംഘിച്ച് വീണ്ടും അതിർത്തിയിൽ ഡ്രോണുകൾ എത്തിയതിൽ ഇന്ത്യ പാകിസ്ഥാനെ പ്രതിഷേധമറിയിക്കും. മുൻകരുതലിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ എയർ ഇന്ത്യയും ഇൻഡിഗോയും റദ്ദാക്കി. താൽക്കാലികമായാണ് വിമാന കമ്പനികളുടെ നടപടി. അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുള്ള 3 ഭീകരർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഭീകരരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. വെടിനിർത്തലിന് ശേഷമുള്ള ആദ്യ കേന്ദ്ര മന്ത്രിസഭ നാളെ ചേരും. സുരക്ഷാകാര്യ സമിതിയും യോഗം ചേരുന്നുണ്ട്. വെടിനിർത്തലിന് ശേഷമുള്ള സാഹചര്യം യോഗം വിലയിരുത്തും. നിലവിലെ സാഹചര്യം വിദേശകാര്യ സെക്രട്ടറി പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ തിങ്കളാഴ്ച വിശദീകരിക്കും. 24 ഡൽഹി.